Hi everyone. IGNO MCO 22 MCOM പേപ്പർ ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആൻഡ് മാനേജിയറൽ ആപ്ലിക്കേഷനിലെ യൂണിറ്റ് 1 കളക്ഷൻ ഓഫ് ഡേറ്റ എന്ന യൂണിറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഡേറ്റ എന്താണെന്ന് ആദ്യമായിട്ടാണ് പറയുന്നത്. ഡേറ്റ മീൻസ് നമ്മൾ പ്രോസസ് ഒന്നും ചെയ്യാത്ത വിവരങ്ങളെയാണ് എന്ത് പറയുന്നത്, ഡേറ്റ എന്ന് പറയുന്നത്. ഡേറ്റ രണ്ട് തരത്തിലുണ്ട്. പ്രൈമറി ഡാറ്റയും ഉണ്ട്, സെക്കൻഡറി ഡാറ്റ ഉണ്ട്. പ്രോസസ്ഡ് ഡാറ്റയെ നമ്മൾ ഇൻഫോർമേഷൻ എന്നാണ് പറയുന്നത്. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആണ് ഇൻഫോർമേഷൻ. ദാറ്റ് മീൻസ് ഒരു റിസർച്ച് നടത്തുന്ന ആള് അല്ലെങ്കിൽ ഏതെങ്കിലും വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു വ്യക്തി ആദ്യമായിട്ട് കളക്ട് ചെയ്യുന്ന വിവരങ്ങളെയാണ് എന്ത് പറയുന്നത്, പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ഡാറ്റ ഈസ് ഒറിജിനൽ, പ്രോബ്ലം ഓർ പ്രൊജക്ട് സ്പെസിഫിക് കളക്റ്റഡ് ഫോർ സേവിങ് എ പെർട്ടിക്കുലർ പർപ്പസ്. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ that is already collected by some other person for their own study purposes. ഒരു വ്യക്തി അയാളുടേതായ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് മുമ്പ് എപ്പോഴോ കളക്ട് ചെയ്ത് വെച്ച ഡാറ്റയാണെന്ന് പറയുന്നത് സെക്കൻഡറി ഡാറ്റ എന്ന് പറയാം. വ്യക്തിയാവാം, സ്ഥാപനമാവാം, എന്തോ ആവാം, പക്ഷേ അത് അവരുടേതായ ആവശ്യങ്ങൾക്ക് കളക്ട് ചെയ്ത് വെച്ചായിരിക്കും. അത് പിന്നീട് നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം, സെക്കൻഡറി ഡാറ്റ എന്ന് പറയാവുന്നതാണ്. ഇനി ഈ പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ഹാൻഡ് ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ഓൾറെഡി കളക്റ്റഡ് ബൈ സം അതർ പേഴ്സൺ ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, സെക്കൻഡറി ഡാറ്റ എന്ന് പറയാം. പ്രൈമറി ഡാറ്റയെ നമ്മൾ റിയൽ ടൈം ഡാറ്റ എന്ന് പറയുന്നു. ഇത് നോട്ട് എ റിയൽ ടൈം ഡാറ്റ. ഇത് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് അത്യാവശ്യം കുറച്ചേറെ സമയമെടുക്കും. കാരണം ഒരു വ്യക്തി നേരിട്ട് ഇറങ്ങി കുറേ രീതിയിൽ പല രീതികളിലൂടെയാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. പക്ഷെ സെക്കൻഡറി ഡാറ്റ കളക്ട് ചെയ്യാൻ ഈസിയാണ്, കാരണം അതെല്ലാം പ്രോസസ്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പ്രൈമറി ഡാറ്റ കളക്ഷൻ എക്സ്പെൻസീവ് ആണെങ്കിൽ സെക്കൻഡറി ഡാറ്റ കളക്ഷൻ എക്കോണമിക്കലാണ്, ചെലവ് കുറഞ്ഞതാണ്. ഇതിന് കുറച്ചേറെ സമയം പ്രൈമറി ഡാറ്റ കളക്ഷൻ എടുക്കുന്നെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് സെക്കൻഡറി ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. പ്രൈമറി ഡാറ്റ അതിൻ്റെ ക്രൂഡ് ഫോമിലാണ് അവൈലബിൾ ആവുക. അതായത് ഡാറ്റ ഫോമാണ്, അത് പ്രോസസ്സ് ചെയ്തൊക്കെ എടുത്തിട്ട് വേണം നമുക്കത് ഇൻഫോർമേഷൻ ആക്കി മാറ്റാൻ. എന്നാൽ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഫോമിലാണ് ഏത് കിട്ടുന്നത്, സെക്കൻഡറി ഡാറ്റ കിട്ടുന്നത്. പ്രൈമറി ഡാറ്റ കൂടുതൽ അക്യുറേറ്റ് ആയിരിക്കും, കാരണം ഒരാൾ അയാളുടെ സ്റ്റഡിക്ക് പ്രത്യേകമായിട്ട് അയാൾ കളക്ട് ചെയ്യുന്നത് കൊണ്ട് ആ സ്റ്റഡിക്ക് അത് വളരെ കൃത്യമായ രീതിയിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ സെക്കൻഡറി ഡാറ്റ അത്രയ്ക്ക് എന്തല്ല, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്റ്റഡിക്ക് അത്രയും അക്യുറേറ്റ് അല്ല. പ്രൈമറി ഡാറ്റ കൂടുതൽ റിലയബിൾ ആണ്, സെക്കൻഡറി ഡാറ്റ റിലയബിലിറ്റി കുറവായിരിക്കും. ദെൻ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ സെക്കൻഡറി ഡാറ്റ കളക്ട് ചെയ്യാൻ എന്തില്ല, ബുദ്ധിമുട്ട് ഇല്ല. ഇനി എന്തൊക്കെയാണ് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡാറ്റ? ഡാറ്റയുടെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയാനുള്ളത്. ഒന്ന് കംപ്ലീറ്റ്നെസ് ആണ്. ഒരു ഡാറ്റ എന്ന് പറയുകയാണെങ്കിൽ ആ ഡാറ്റ എന്തായിരിക്കണം, മുഴുവനായിട്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത് ആയിരിക്കണം. ഒരു ക്വസ്റ്റ്യനെയർ എല്ലാ അർത്ഥത്തിലും അതിൽ എന്തെല്ലാം കാര്യങ്ങളാണോ നമ്മൾക്ക് വേണ്ടത് അതെല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കണം. ദെൻ കൺസിസ്റ്റന്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക, കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ആൻസേഴ്സ് ഉൾക്കൊള്ളുന്ന രീതിയിലുള്ളത് ഉൾക്കൊള്ളാൻ പാടില്ല. ദെൻ അക്യുറേറ്റ് ആയിരിക്കണം. അക്യുറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നത് കൃത്യമായിരിക്കണം, വ്യക്തവും ആയിരിക്കണം. ദെൻ ഹോമോജീനിറ്റി. ക്വസ്റ്റ്യനെയറിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ കൊടുക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാവരും സെയിം സെൻസോട് കൂടി അത് മനസ്സിലാക്കുന്നത് ആയിരിക്കും. ഇനി നമുക്ക് പറയാനുള്ളത് സെക്കൻഡറി ഡാറ്റയുടെ ബെനിഫിറ്റ്സ് ആണ്. സെക്കൻഡറി ഡാറ്റയുടെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഈസിയാണ്. ഞാൻ പറഞ്ഞു ഓൾറെഡി സം അതർ പേഴ്സൺ കളക്ട് ചെയ്ത ഡാറ്റയാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ റിസോഴ്സ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ചെലവിൽ നമുക്കത് കളക്ട് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ കൂടുതൽ അക്യുറേറ്റ് ആയിരിക്കും, ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചാണ്, പ്രോസസ് ചെയ്ത് വെച്ചാണ്, ആ അർത്ഥത്തിൽ അത് അക്യുറേറ്റ് ആണ്. ഡാറ്റ അക്സസ് ചെയ്യാനും എളുപ്പമാണ്. ഇനി ഏതെല്ലാം സോഴ്സസിലൂടെയാണ് നമുക്ക് സെക്കൻഡറി ഡാറ്റ അവൈലബിൾ ആകുന്നത്? പബ്ലിഷ്ഡ് സോഴ്സസും ഉണ്ട്,
അൺപബ്ലിഷ്ഡ് സോഴ്സസ് ഉണ്ട്. പബ്ലിഷ്ഡ് സോഴ്സസിലാണ് ഗവൺമെന്റ് പബ്ലിക്കേഷൻസ്, ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, മറ്റു ഓർഗനൈസേഷനൊക്കെ ഇറക്കുന്ന കുറെ റിപ്പോർട്ടുകളുണ്ട്. അതെല്ലാം എന്താണ്? പബ്ലിഷ്ഡ് സോഴ്സസ് ആണ്. ദെൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആയിട്ടുള്ള UN ഇറക്കുന്നത്, IMF ഇറക്കുന്നത്, ILO ഇറക്കുന്ന റിപ്പോർട്ടുകളും കാര്യങ്ങളും എല്ലാം ഇന്റർനാഷണൽ സോഴ്സസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. സെമി ഒഫീഷ്യൽ പബ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർപ്പറേഷൻ, ഡിസ്ട്രിക്ട് ബോർഡ്സ്, പഞ്ചായത്ത് ഇറക്കുന്ന റിപ്പോർട്ടുകൾ. പിന്നെ കമ്മിറ്റീസ്, കമ്മീഷൻസ്, പലതരത്തിലുള്ള കമ്മീഷനുകളൊക്കെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നുണ്ടല്ലോ, അവർ ഇറക്കുന്ന റിപ്പോർട്ടുകൾ. കൂടാതെ പ്രൈവറ്റ് പബ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. ഇത്രയൊക്കെ നമുക്ക് എന്താണ് സെക്കൻഡറി ഡാറ്റയായിട്ട് ഉപയോഗിക്കാവുന്നത് ആണ്. അൺപബ്ലിഷ്ഡ് സോഴ്സസ് എന്ന് പറഞ്ഞാൽ ചില കമ്പനികളായിരിക്കാം, വ്യക്തികളായിരിക്കാം, അവര് ഡാറ്റ അനാലിസിസ് ചെയ്ത് അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്ത് അനാലിസിസ് ചെയ്ത് വിവരങ്ങൾ എല്ലാവർക്കും ഉപകരിക്കുന്ന രീതിയിൽ പബ്ലിഷ് ചെയ്യണമെന്നില്ല. അത്തരം വിവരങ്ങളെ നമുക്ക് എന്ത് പറയാം? അൺപബ്ലിഷ്ഡ് സോഴ്സസ് എന്ന് പറയാവുന്നതാണ്. ഇനി കൂടാതെ ഇലക്ട്രോണിക് സോഴ്സസും ഉണ്ട്. സെക്കൻഡറി ഡാറ്റ നമുക്ക് ഇപ്പോൾ നമുക്കറിയാം, ഗൂഗിളിലൂടെയും അതേപോലെ തന്നെ മറ്റു ഇതിലൂടെയൊക്കെ കയറിയിട്ടുള്ള ആപ്പിലൂടെയൊക്കെ കയറി നമുക്ക് പലതരത്തിലുള്ള സെക്കൻഡറി ഡാറ്റ അവൈലബിൾ ആണ്. അങ്ങനെയും നമുക്ക് ഇലക്ട്രോണിക് സോഴ്സസിലൂടെ ഡാറ്റ കളക്ട് ചെയ്യാവുന്നതാണ്. ഇനി സെക്കൻഡറി ഡാറ്റ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള മുൻകരുതൽ എടുക്കും? ഒന്ന് സ്യൂട്ടബിലിറ്റിയാണ്. കാരണം സെക്കൻഡറി ഡാറ്റ നമുക്ക് ഈസി ആയിട്ട് കിട്ടും, വളരെ അക്യുറേറ്റ് ആയിരിക്കും, പെട്ടെന്ന് പ്രോസസ്സ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റഡിക്ക് അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. അപ്പൊ സ്യൂട്ടബിലിറ്റി ആണോ നോക്കണം. ദെൻ റിലയബിൾ ആയിട്ടുള്ള ഡാറ്റയാണോ, ദെൻ അത് ആഡിക്വേറ്റ് ആയിട്ടുള്ള അളവിൽ ഉണ്ടോ എന്നുള്ള കാര്യവും നോക്കിയിരിക്കണം. ഇനി സെക്കൻഡറി ഡാറ്റയുടെ മെറിറ്റ്സ് എന്ന് പറയുന്നത് അത് എക്കോണമിക്കലാണ്. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ചെലവ് കുറഞ്ഞതാണ്, നമുക്ക് എഫേർട്ട് എക്സ്പെൻസ് കുറഞ്ഞത് മതി, ടൈം സേവ് ചെയ്യാൻ പറ്റും. പ്രൈമറി ഡാറ്റ കൂടുതൽ സ്പെസിഫിക്, അതായത് സെക്കൻഡറി ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്താണ് നമുക്ക് കൂടുതലായിട്ട് കളക്ട് ചെയ്യേണ്ടത് അതിനെ കുറിച്ചൊരു നല്ലൊരു ധാരണ നമുക്ക് വരുത്തി തീർക്കാൻ പറ്റും. കൂടാതെ ഒരു റിസർച്ച് പ്രോബ്ലം ഉണ്ടാവുമല്ലോ, ആ പ്രോബ്ലത്തെ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്നതാണ്. കൂടാതെ ഡാറ്റ കമ്പാരിസന് വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ബെനിഫിറ്റ്സ് സെക്കൻഡറി ഡാറ്റ ഞാൻ ഒരു പ്രാവശ്യം ഞാനിതിവിടെ ചെയ്തതാണ്. അടുത്തത് മെറിറ്റ്സ് ഒരു പ്രാവശ്യം മതി കേട്ടോ. ദെൻ ഡിമെറിറ്റ്സ് ഓഫ് ദി സെക്കൻഡറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റയുടെ ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന്, അക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നല്ല. കാരണം അത് വേറൊരു വ്യക്തി അയാളുടെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് കണ്ടെത്തിയിട്ടുള്ള ഡാറ്റയാണ് സെക്കൻഡറി ഡാറ്റ. അപ്പൊ അത് കംപ്ലീറ്റ് നമ്മുടെ സ്റ്റഡിക്ക് ആപ്റ്റ് ആവുന്നില്ല. ദെൻ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ പ്രസന്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഫുൾഫിൽ ചെയ്യുമെന്നും നമുക്ക് ഉറപ്പില്ല. then it lacks accuracy and maybe the out of date ആയിട്ട് മാറാൻ പറ്റും, ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ടുള്ള പഴയ ഡാറ്റ ആയിട്ടും മാറാം. ഇനി പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് എന്ത് പറയുന്നത്? പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് ഇനി പറയാനുള്ളത്. ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ലിസൺ ചെയ്തിട്ട് റീഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെയാണ് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുക. അപ്പൊ അതിന് സെൻസേഷൻ വേണം, അറ്റൻഷൻ വേണം, കോൺസെൻട്രേഷൻ വേണം, പെർസെപ്ഷൻ വേണം, അല്ലെ? നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് ചെവി കൊണ്ട് ഒക്കെ കാര്യങ്ങൾ നോക്കി കണ്ട് മനസ്സിലാക്കുക. അപ്പൊ അതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക, എന്നിട്ട് പെർസീവ് ചെയ്യുന്നു എന്താണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ കാര്യങ്ങളെ നിരീക്ഷിച്ച് കണ്ടും കേട്ടും മനസ്സിലാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മെറിറ്റ്സ് എന്ന് പറഞ്ഞാല് ചിലപ്പോ എല്ലാ കാര്യങ്ങളും ചില റെസ്പോണ്ടൻസിനോട് ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ ഒബ്സർവേഷൻ മെത്തേഡ് വളരെ ഗുഡ് ആയിരിക്കും. ദെൻ അടുത്ത് നമുക്ക് ഒരു പ്രോബ്ലത്തെ നല്ല ഡീപ്പായ രീതിയിൽ കണ്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളത്. ഇതിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സിറ്റുവേഷനിൽ ചില കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഈ പറയുന്ന റിസർച്ചർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയണം എന്നില്ല. പിന്നെ പാർട്ടിസിപ്പൻസ് ഈ കാര്യത്തെ കുറിച്ചൊക്കെ അറിയാൻ നിൽക്കൂ. നമ്മൾ ഒരാള് ഒബ്സർവ് ചെയ്യുന്നുണ്ട്,
ഇപ്പോൾ നമ്മൾ ഒരാൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് കണ്ടാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്തിരിക്കും, നമ്മുടെ സ്വഭാവം അതിനനുസരിച്ച് പാകപ്പെടുത്തിയിട്ട് പുതിയൊരു ബിഹേവിയർ കാണിക്കും. സോ അപ്പോൾ അതൊരാൾ അറിയാതെ നമ്മൾ എന്ത് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളത്. ദെൻ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒബ്സർവർ, നിരീക്ഷിക്കുന്ന ആൾക്ക് പേഴ്സണൽ ബയാസ് അല്ലെങ്കിൽ അയാൾക്ക് ട്രെയിനിങ് ആവശ്യത്തിന് പോരാ എങ്കിൽ അങ്ങനെയൊക്കെയാണെങ്കിൽ ഇതിന്റെ റിസൾട്ടിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഒരു ലാർജ് ഏരിയയിലൊന്നും ഒരിക്കലും നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. അടുത്ത ഇന്റർവ്യൂ മെത്തേഡാണ്. അതായത് ഒരു വ്യക്തി ആരിൽ നിന്നാണോ ഡാറ്റ കളക്ട് ചെയ്യേണ്ടത് അയാളുടെ അടുത്ത് ചെന്ന് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ നടത്തി ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്, ഇന്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ മെറിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റും, റിലയബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആയിരിക്കും, കൃത്യമായിട്ട് അയാളുടെ റിയാക്ഷൻ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ റിസർച്ചർക്ക് ഏത് രീതിയിലാണോ, ഏത് തരത്തിലുള്ള ലാംഗ്വേജ് ഇയാൾക്ക് എങ്ങനെയാണോ മനസ്സിലാവുന്ന ആ രീതിയിലുള്ള ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലാക്കാൻ അയാൾക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് ക്വസ്റ്റ്യൻസ്, ഇപ്പൊ ക്വസ്റ്റ്യനെയർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അയാൾക്ക് ഇന്നതാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇയാൾക്ക് നമ്മൾ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ അയാൾക്ക് എങ്ങനെയാണോ മനസ്സിലാകുന്ന ആ രീതിയിലേക്കൊക്കെ ആക്കി കൊടുത്ത് നമുക്ക് കാര്യങ്ങൾ അയാളെ കൊണ്ട് മനസ്സിലാക്കിപ്പിച്ച് ഉത്തരം തേടാൻ പറ്റും. ഇതിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ കുറെ സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ഇതിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഒരു സബ്ജക്റ്റിവിറ്റി ഉണ്ടായിരിക്കും, ചോദിക്കുന്ന ആളുടെ അയാള് ഒബ്ജക്റ്റീവ് ആയിരിക്കില്ല, വസ്തുനിഷ്ഠമായിട്ടാവില്ല കാര്യങ്ങളെ കാണുന്നതെന്നുള്ളതാണ്. ദെൻ ഇന്റർവ്യൂർ പ്രോപ്പർലി ട്രെയിൻഡ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കണം എന്നുള്ളതാണ്. കുറച്ച് റിലേറ്റീവ് എക്സ്പെൻസീവ് ആണ്, കാരണം ഒരുപാട് പേരിൽ നിന്ന് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യുന്നെങ്കിൽ ഇന്റർവ്യൂ മെത്തേഡ് വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. ദെൻ ഫീൽഡ് ഓഫ് എൻക്വയറി ലാർജ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി ലോക്കൽ റിപ്പോർട്ടേഴ്സ് ആൻഡ് കറസ്പോണ്ടൻസ്, ഇപ്പൊ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ കാണിക്കുന്ന രീതിയാണ് ഈ ലോക്കൽ റിപ്പോർട്ടേഴ്സ് ആൻഡ് കറസ്പോണ്ടൻസിൽ വരുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ന്യൂസ് പേപ്പറിന് എന്ത് ചെയ്തിട്ടുണ്ടാവും, പല സ്ഥലങ്ങളിലും മീഡിയാസ്, ടെലിവിഷനിലൊക്കെ ചാനലുകാർ എല്ലാ സ്ഥലത്തും അവരുടെ ലോക്കൽ റെപ്രസെന്റേറ്റീവ്സിനെ എടുത്തു. അങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പോൾ എന്ത് ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ന്യൂസ് എത്തിക്കാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ ലോക്കൽ റിപ്പോർട്ടേഴ്സിനെയും കറസ്പോണ്ടൻസിനെയും വെച്ചിട്ട് ഡാറ്റ കളക്ഷൻ നടത്താവുന്നതാണ്. ദെൻ ക്വസ്റ്റ്യനെയർ ആൻഡ് ഷെഡ്യൂൾ മെത്തേഡ്സ്. ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ധാരാളം ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് പറയുന്നത്, ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. അത് മെയിൽ ചെയ്യുകയാണെങ്കിൽ മെയിൽഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നു. ദെൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞപ്പോൾ ക്വസ്റ്റ്യനെയർ നമ്മൾ അയച്ചു കൊടുത്തിട്ട് ആരൊക്കെയാണോ അയച്ചു കൊടുക്കേണ്ട അയാൾക്ക് അയച്ചു കൊടുത്ത് അയാൾ കിട്ടിയതിന് ശേഷം അയാൾ അതിനെ ഫില്ല് ചെയ്ത് തിരിച്ചിങ്ങോട്ട് അയക്കുന്നു. സോ നമ്മൾക്ക് റെസ്പോണ്ടൻസ് ആണ് അത് ഫില്ല് ചെയ്ത് തരുന്നത്. ഷെഡ്യൂളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ ആരാണോ ഡാറ്റ കളക്ട് ചെയ്യുന്നത്, എന്യൂമറേറ്റേഴ്സ്, അവരെന്ത് ചെയ്യണം, നേരിട്ട് ഈ പറയുന്ന റെസ്പോണ്ടൻസിന്റെ അടുത്ത് ചെല്ലുന്നു, അവരോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എന്യൂമറേറ്റർ തന്നെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതാണ് ഷെഡ്യൂൾ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യനെയർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കൃത്യമായിട്ട് എങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അതിന് ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ കവറിംഗ് ലെറ്റർ വേണം. കവറിംഗ് ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പർപ്പസിനാണ് ഈ ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള ഈ സ്റ്റേറ്റ്മെന്റ് അയക്കുന്നത്, അത് എന്ത് ആവശ്യത്തിനാണ്, നിങ്ങൾ അതെങ്ങനെയാണ് എല്ലാം ഫിൽ ചെയ്യേണ്ടത്, അത് തരുന്ന എല്ലാ വിവരങ്ങളും വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കവറിംഗ് ലെറ്റർ കൊടുക്കുക. ദെൻ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കാൻ നോക്കണം. കുറേ ക്വസ്റ്റ്യൻസ് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യനെയറിൽ ആളുകൾ അത് ഫില്ല് ചെയ്യാൻ മെനക്കെടില്ല എന്നുള്ളതാണ്. ദെൻ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിരിക്കണം, ഷോർട്ട് ആയിരിക്കണം, ആംബിഗസ് ആയിരിക്കണം. ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ചുരുങ്ങിയ രൂപത്തിലുള്ളത്, അവ്യക്തമായിട്ടുള്ള ഒരു കാര്യങ്ങളും ക്വസ്റ്റ്യനെയറിൽ അടങ്ങാൻ പാടില്ല. ദെൻ അടുത്തത് ക്വസ്റ്റ്യൻസ് ഓഫ് സെൻസിറ്റീവ് ഓർ പേഴ്സണൽ നേച്ചർ, അതായത് വ്യക്തിപരമായിട്ടുള്ള രീതിയിലുള്ള എന്താ പറയാ, ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസോ ഒന്നും ഒരു ക്വസ്റ്റ്യനെയറിൽ ഉൾപ്പെടുത്താൻ പാടില്ല. പിന്നെ അത് ലോജിക്കൽ അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻസ് ലോജിക്കലി അറേഞ്ച്
ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഒരു ക്വസ്റ്റ്യൻസിന് ഒരു സീക്വൻസ് ഉണ്ട്. തുടർച്ചയായിട്ട് എന്താണോ ചോദിക്കുന്നത് അതിന്റെ തുടർച്ചയായ ക്വസ്റ്റ്യൻസ് ആ രീതിയിലായിരിക്കണം അത് പോകേണ്ടത്. ദെൻ ക്രോസ് ചെക്ക് ആൻഡ് ഫുട് നോട്ട്സ്. അതിൽ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് എന്തെങ്കിലും ഇൻഫോർമേഷൻ ഏതെങ്കിലും ക്വസ്റ്റ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഒരു ഫുട് നോട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കാവുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് സെൻസസ് ആൻഡ് സാമ്പിൾ. എന്താണ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിസർച്ചർ ഏത് മേഖലയെ കുറിച്ച് ഏതൊരു ഏരിയയെ കുറിച്ചാണോ പഠിക്കുന്നത് അവിടെ അടങ്ങിയിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് റെസ്പോണ്ടൻസിനെയാണ് എന്ത് പറയുന്നത് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പോപ്പുലേഷനിൽ നിന്ന് നമുക്ക് രണ്ട് തരത്തിൽ ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. സെൻസസ് മെത്തേഡും ഉണ്ട്, സാമ്പിളിംഗ് മെത്തേഡും ഉണ്ട്. എന്താ സെൻസസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലേഷനിൽ അടങ്ങിയിട്ടുള്ള ഈച്ച് ആൻഡ് എവരി യൂണിറ്റിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ സെൻസസ് മെത്തേഡ് എന്നും, എന്നാൽ നമുക്ക് അത്രയൊന്നും സമയമില്ല അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു കുറഞ്ഞ ഒരു ഏരിയ മാത്രം മൊത്തത്തിലുള്ള ഏരിയ റെപ്രസെന്റ് ചെയ്തിട്ട് കുറഞ്ഞ റെസ്പോണ്ടൻസിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിനെ കുറിച്ച് പഠിച്ചിട്ട് ആ ഒരു കുറഞ്ഞ ഗ്രൂപ്പിനെ പഠിച്ച് ആ വലിയൊരു ഗ്രൂപ്പിനെ നമ്മൾ എന്ത് ചെയ്യുന്നു പ്രതിനിധാനം ചെയ്ത് പറയുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം സാമ്പിൾ എന്ന് പറയാം. അപ്പോൾ 10,000 പേര് അല്ലെങ്കിൽ 1,00,000 പേരെ പഠിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു 500 പേരെടുത്ത് പഠിക്കുന്നു. ആ 500 പേരെ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നു 1,00,000 പേരുടെ സ്വഭാവം ഇതാണ്, എത്ര പേരെ കുറിച്ചാണ് ആ മൊത്തം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന പോപ്പുലേഷൻ ഏതാണ്ട് ഇതുപോലെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് പറയുന്ന രീതിയാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഓരോ യൂണിറ്റിനെ നമുക്ക് എന്ത് പറയാം സാമ്പിൾ എന്ന് പറയാവുന്നതാണ്. ഇനി സെൻസസും സാമ്പിളും തമ്മിലുള്ള വ്യത്യാസമാണ് ഇനി പറയാനുള്ളത്. സെൻസസ് എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലേഷനിൽ അടങ്ങിയിട്ടുള്ള ഓരോ എണ്ണം യൂണിറ്റിൽ നിന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ സെൻസസ് എന്ന് പറയും. സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ എടുക്കില്ല, നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള ഓരോ ഐറ്റത്തിൽ നിന്ന് എടുക്കുകയുള്ളൂ. സെൻസസ് ആകുമ്പോൾ അക്യുറേറ്റ് ആയിരിക്കും, വളരെ കൃത്യമായിരിക്കും. സാമ്പിളിംഗ് ആകുമ്പോൾ ലെസ് അക്യുറസി ആയിരിക്കും. സെൻസസിന് കൂടുതൽ സമയം വേണം, സാമ്പിളിങ്ങിന് കുറഞ്ഞ സമയം മതി. പിന്നെ സെൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡാറ്റ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡിഫിക്കൽട്ടാണ്, ഡാറ്റ മൊത്തം കളക്ട് ചെയ്തെടുക്കണ്ടേ, അവിടെ കുറഞ്ഞ സമയം മതി എന്നുള്ളതാണ്. പിന്നെ പോപ്പുലേഷൻ ഹെട്രോജീനിയസ് ഇൻ നേച്ചർ ആണെങ്കിൽ വിവിധ സ്വഭാവത്തിലുള്ള ഇതാണ് നിൽക്കുക. ഒരു സ്വഭാവം ഇപ്പോൾ ഇന്ത്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഓരോ സംസ്ഥാനം എന്താണ് വ്യത്യസ്തമാണ് അല്ലെ, ആ സംസ്ഥാനത്തിലുള്ള ഓരോ ജില്ലയും വ്യത്യസ്തമാണ്. അങ്ങനെ ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഒരു ഇതിലൊക്കെ ഏറ്റവും നല്ലത് സെൻസസ് ആണ്. എന്നാൽ ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഘടകങ്ങളും ഏതാണ്ട് ഒരേപോലെയാണെങ്കിൽ നമുക്ക് ഏത് ഉപയോഗിക്കാം സാമ്പിളിങ് ഉപയോഗിക്കാം. പിന്നെ സെൻസസിന് കൂടുതലായ സമയം, പണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടുതലായിട്ട് വേണം. ഇപ്പുറത്താണെങ്കിലോ സമയം, പണം, ലേബർ ഇതെല്ലാം കുറവാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 1-ൽ അടങ്ങിയിട്ടുള്ളത്. ഓക്കെ.